ഏതോ ഒരു നോമ്പ് തുറക്കെ പോയ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു സ്നാക്ക് ആദ്യമായിട്ട് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമായിരുന്നേ. പക്ഷെ ഇതിന്റെ പേര് തേങ്ങാമുറി എന്നാണെന്ന് ഞാൻ കുറച്ചുകൂടെ കാലം കഴിഞ്ഞാണ് കേട്ടോ അറിഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ ഒരു പൊങ്ങുള്ള തേങ്ങ മുറിച്ച് വെച്ച പോലെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ നോമ്പ് തുറക്കെ ഞങ്ങൾക്കും ഈ ഒരു തേങ്ങാമുറിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയൊന്ന് ചതച്ചെടുക്കാം. സവാള ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ ഈ ഒരു ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിന്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചത് ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു കൂട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി അതിലേക്ക് മുട്ട വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഇതൊന്ന് മുക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത ശേഷം നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് മിസ്റ്റർ ഗോൾഡിന്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കൃത്യമായ അളവും ഗുണമേന്മയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ ഞാൻ കുറെ കാലമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എല്ലാ വശവും നല്ലപോലെ മൊരിഞ്ഞു വരുന്നത് വരെ തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്